ACCA ഗ്ലോബലി സെക്കൻഡ് റാങ്ക് മേടിച്ച സന അൽത്താഫ് ആണ് നമ്മുടെ കൂടെയുള്ളത്. ഹായ് സന. ഹായ്. ഹലോ സാനി. അപ്പോൾ ഒരുപാട് റാങ്ക്സ് മേടിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ഒരുപാട് റാങ്ക്സ് ഒന്നുമില്ല, ബട്ട് ACCA 13 പേപ്പറാണ്. അതിൽ ഫൈനൽ പേപ്പേഴ്സിന് എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു, ഫൈനൽ 4 പേപ്പേഴ്സിനും എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു, ആൻഡ് ഫൈനൽ സ്കോർ എടുത്തപ്പോൾ എനിക്ക് ഗ്ലോബലി സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആക്ച്വലി ACCAയിലേക്ക് എത്തിയത്? ACCAയിലേക്ക് എത്തുന്നത് എൻ്റെ സിസ്റ്റർ CA ആണ്. അപ്പോൾ എനിക്ക് അക്കൗണ്ടിങ് കൊമേഴ്സ് റിലേറ്റഡ് കോഴ്സ് ചെയ്യണം എന്ന് തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് അത്രയും കഷ്ടപ്പെടാൻ ആ സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഐ സോ മൈ സിസ്റ്റർ വർക്കിംഗ് സോ ഹാർഡ് ആൻഡ് ഗോയിങ് ഫോർ ആർട്ടിക്കിൾഷിപ്പ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നോക്കിയപ്പോഴാണ് എനിക്ക് ACCA കിട്ടിയത്. ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അങ്ങനെ കൊമേഴ്സ് ഫാമിലിയാണ്. അപ്പം സിസ്റ്റർ CA ചെയ്തു, അപ്പം സന ACCA ചെയ്യണു. വൈ? ബിക്കോസ് നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്, ഒരുപാട് പേര് എൻജിനീയേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ഒക്കെ ആവുന്നുണ്ട്. ബട്ട് ഞങ്ങളുടെ ഒരു ബിസിനസ് ഫാമിലിയാണ്. അപ്പോൾ ഞാൻ ചെറുതിലേ തൊട്ട് കാണുന്നത് ബിസിനസ്സാണ്, കൊമേഴ്സ് ആണ്. സോ ഇറ്റ് വാസ് നോട്ട് എൻ ഓപ്ഷൻ ടു ഡു എൻജിനീയറിംഗ് ഓർ ടു ബി എ ഡോക്ടർ. ദാറ്റ് വാസ് നോട്ട് ദ നോം. ഒരു കൊമേഴ്സ് ഫിനാൻസ് സൈഡിലേക്കാണ് എല്ലാവരും പോകുന്നത്. അപ്പം അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ +2 കഴിഞ്ഞ് ഡയറക്റ്റ് ACCA ആണോ ചെയ്തത്? അതെ, +2 കഴിഞ്ഞ് ഞാൻ ആക്ച്വലി മീഡിയ ഫീൽഡിലുണ്ടായിരുന്നു കുറച്ച്. അപ്പം അതുകൊണ്ട് ഞാൻ കോളേജിൽ ഫുൾ ടൈം ഞാൻ ആ സമയത്ത് പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ബട്ട് ഐ വാണ്ടഡ് ടു ബി അക്കാഡമിക്കലി ഇൻക്ലൈൻഡ് ഓൾസോ. അങ്ങനെ ഞാൻ എടുത്ത കോഴ്സാണ് ACCA. അതിൻ്റെ കൂടെ ഞാൻ ഡിഗ്രിയും ചെയ്തായിരുന്നു, പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഐ ഗോട്ട് മൈ BCom. പിന്നെ ACCA വഴി ഒരു ഡിഗ്രി എടുക്കാൻ പറ്റും, ACCA അഫിലിയേറ്റ്സിന് BSc എടുക്കാൻ പറ്റും, BSc ഇൻ അപ്ലൈഡ് അക്കൗണ്ടിങ് ഫ്രം ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റി UK. അപ്പോൾ ACCA എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഡിഗ്രി കൂടി ആഡ് ചെയ്യും. ACCA 9 പേപ്പേഴ്സ് കഴിയുമ്പോൾ നമ്മളൊരു റിസർച്ച് പ്രോജക്റ്റ് യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ അവർ നമ്മുടെ പ്രോജക്റ്റ് ഗ്രേഡ് ചെയ്ത് പാസ്സാണോ ഫെയിൽ ആണോ എന്ന് പറയും. അതും ഇറ്റ്സ് എ ഡിഫറെൻറ്റ് പ്രോസസ്. സോ യു ഗെറ്റ് എ ഡിഫറെൻറ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ 2 ഡിഗ്രി പ്രൈവറ്റ് ആയിട്ട് എടുത്തു, അതിൻ്റെ കൂടെ ACCA എടുത്തു. അങ്ങനെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടാണോ പഠിച്ചത് ഏതെങ്കിലും? അതെ, ലക്ഷ്യയിലാണ് ഞാൻ ACCA ചെയ്തത്. എൻ്റെ എല്ലാ പേപ്പേഴ്സും ഞാൻ ലക്ഷ്യയിലാണ് ചെയ്തത്. ലക്ഷ്യയുടെ ക്ലാസ്സസ് ഭയങ്കര നല്ലതായിരുന്നു. ഞാൻ അവിടെ പഠിച്ചുകൊണ്ട് പറയല്ല, ഐ ആക്ച്വലി റിയലി ലൈക്ഡ് ഓൾ ദ ക്ലാസ്സസ്. എനിക്കിപ്പോൾ റാങ്ക് കിട്ടാനും എനിക്ക് നല്ല മാർക്ക് കിട്ടാനും എല്ലാം റീസൺ ലക്ഷ്യയുടെ ക്ലാസ് ആയിരുന്നു. ചെയ്യുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ക്ലാസ്സിൽ പോയി തിരിച്ച് വന്ന് ഇറ്റ് വാസ് സോ ടയറിങ് ഫോർ മീ. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ വെൻ ഐ ലുക്ക് ബാക്ക് ഇൻ റെട്രോസ്പെക്ട്, ലക്ഷ്യയുടെ ക്ലാസ്സാണ് എനിക്ക് ഇത്രയും ഈസി ആയിട്ട് എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റിയത്. 1.5 കൊല്ലം കൊണ്ട് ശരിക്കും എഴുതിയെടുത്തു, റാങ്ക് വാങ്ങിയല്ലേ. അപ്പോൾ ഈ 1.5 കൊല്ലം കൊണ്ട് ശരിക്കും ലൈഫ് തന്നെ സെക്യൂർഡായി. 1.5 വർഷത്തിൽ ഞാൻ തീർത്തു. കാരണം ഞാൻ ഓരോ അറ്റംപ്റ്റിലും മൾട്ടിപ്പിൾ പേപ്പേഴ്സ് ചെയ്യായിരുന്നു. ഞാൻ 2 പേപ്പർ വെച്ച് ചെയ്യായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ 3 മന്ത്സിൽ 4 പേപ്പേഴ്സൊക്കെ തീർത്തിട്ടുണ്ട്. ഒരു ദിവസം 2 എക്സാം എഴുതിയിട്ടുണ്ട്, രാവിലെ ഒരു എക്സാം, രാത്രി ഒരു എക്സാം. അങ്ങനെ ചെയ്തിട്ടാണ് ആക്ച്വലി ഞാൻ തീർത്തത്. പക്ഷേ ഇത് കുറച്ചും കൂടെ ചില്ലായിട്ട് ഒരു 3 വർഷത്തിൽ തീർക്കാം ഇഫ് യു വാണ്ട്. ഇത്രയും എഫേർട്ട് ഇടേണ്ട ആവശ്യവും ഇല്ല. ഞാനിത് 1.5 ഇയേഴ്സിൽ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടത്. അപ്പോൾ എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തോ? എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തു. ലാസ്റ്റ് 4 പേപ്പേഴ്സിന് എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു. അഡ്വാൻസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് ഗ്ലോബൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ് അക്കൗണ്ടിംഗ് ആണ്, അതിന് ഗ്ലോബൽ സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഇന്ത്യൻ ഫസ്റ്റ് റാങ്ക് ആണ്. പിന്നെ വേറെ SBL എന്ന് പറയുന്ന പേപ്പറിന് ഇന്ത്യൻ 3rd റാങ്ക് ആയിരുന്നു. പിന്നെ ഓഡിറ്റിന് ഇന്ത്യൻ ഫസ്റ്റ് റാങ്ക്, വേൾഡിൽ ഗ്ലോബൽ എന്തോ 5 ആയിരുന്നു, പക്ഷെ അത് അവർ പറയില്ല. അപ്പോൾ ACCAയുടെ കയ്യിൽ നിന്ന് എനിക്ക് പ്രൈസ് മണിയും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ടീച്ചിങ്ങിലേക്കും വന്നിട്ടുണ്ടല്ലേ? അതെ, ചെറുതായിട്ട് ഞാൻ കാലെടുത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ലക്ഷ്യം തന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ബട്ട് എനിക്ക് ഇതുവരെയും ഞാൻ ഒരു ക്ലാസ് റൂമിൽ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഓൺലൈനാണ് ക്ലാസ്സസ് റെക്കോർഡ് ചെയ്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി കണ്ടിന്യൂ ചെയ്യോ സ്റ്റുഡൻസ് ഉണ്ടാവുന്നൊന്നും അറിയില്ല. ബിക്കോസ് ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ടീച്ചിങ് ചെയ്യാൻ പാടാണ്. അപ്പോൾ ഞാൻ രാവിലെ പോയി ഷൂട്ട് ചെയ്യും, ലേറ്റ് നൈറ്റ് ഷൂട്ട് ചെയ്യും, വീക്കെൻഡ്സ് ഷൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഫ്റ്റർ പാസിങ് ACCA എത്ര സമയം എടുത്തു വർക്ക് ചെയ്യാൻ? ACCA ക്ലിയർ ചെയ്ത് എനിക്ക് ആക്ച്വലി 21 ആയിട്ടുണ്ടായിരുന്നില്ല. ഐ വാസ് സ്റ്റിൽ 20 when I cleared ACCA. ആൻഡ് ഞാൻ 2-3 ജോലിക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ തന്നെ ACCA കരിയേഴ്സിലൂടെ എനിക്ക് എൻ്റെ ജോലി കിട്ടി. ആൻഡ് അത് കോവിഡ് ലോക്ക്ഡൗണിൻ്റെ ഒക്കെ സമയമായിരുന്നു. അപ്പോൾ ബിഗ് ഫോഴ്സ് എല്ലാം ഹയറിംഗ് ഫ്രീസ് ആയിരുന്നു മിക്ക കമ്പനീസും. ബട്ട് ഐ സ്റ്റിൽ ഗോട്ട് എ ജോബ് പ്രോബ്ലി ബിക്കോസ് ഓഫ് മൈ റാങ്ക്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ഒരു 1 മന്തിനുള്ളിൽ ഞാൻ ജോലിക്ക് കയറി. ഞാനൊരു മെയ് ജൂണൊക്കെ ആയപ്പോൾ ജോലിക്ക് കയറി. ഏപ്രിലാണ് എൻ്റെ എക്സാം കഴിഞ്ഞത്. സോ ക്വൈറ്റ് ഫാസ്റ്റ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. എൻ്റെ ജോലിക്ക് കയറിയിട്ടാണ് എനിക്ക് 21 ആവുന്നത്.
ഇപ്പോൾ സെയിം കമ്പനിയിൽ തന്നെ 3 years ആണ്. ഓക്കെ. ഐ മൈറ്റ് കണ്ടിന്യൂ, ഐ മൈറ്റ് നോട്ട്, അതിൻ്റെ ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ബട്ട് ദർ ഇസ് ഡെഫിനറ്റ്ലി ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇഫ് യു ആർ കേപ്പബിൾ, ദർ ഇസ് ഡെഫിനറ്റ്ലി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദർ ഇസ് പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത്. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യണം. എവിടെയും നമുക്ക് കൊണ്ടുതരില്ല ഒന്നും. യു ഹാവ് ടു ഷോ ദറ്റ് യു ആർ കേപ്പബിൾ. So if you work hard and if you search for opportunities, you will definitely get it. പക്ഷെ അവർക്ക് തോന്നണം നമ്മൾ വളരെ കേപ്പബിൾ ആണ് എന്ന് തോന്നണം. ഓക്കെ. അപ്പം ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ACCA ക്രാക്ക് ചെയ്തു ആൻഡ് ആ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു നല്ല ഹാൻസം ആയിട്ടുള്ള ഒരു സാലറീഡായി. അപ്പം വാട്ട് ഡിഡ് യു ഫീൽ? I felt really happy. I felt really proud because ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഈ 1.5 വർഷത്തിൽ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം എൻ്റെ കഷ്ടപ്പാട് വെറുതെ ആയില്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ പ്രായത്തിലുള്ള മിക്കവർക്കും അപ്പോൾ ജോലി ഉണ്ടായിരുന്നില്ല. മിക്കവരും പഠിക്കുമായിരുന്നു. 3rd year BCom, 3rd year ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം പെട്ടെന്ന് എനിക്ക് ജോലിക്ക് കയറാൻ പറ്റി. ഇൻഫാക്ട് ഇപ്പോൾ എൻ്റെ പിയേഴ്സിനെ ഞാൻ നോക്കുമ്പോൾ മോസ്റ്റ് പീപ്പിൾ ആർ സ്റ്റാർട്ടിങ് ടു വർക്ക്, ദേ സെർച്ചിങ് ഫോർ ജോബ്സ് ആൻഡ് ഐ ഓൾറെഡി ഹാവ് 3 years ഓഫ് എക്സ്പീരിയൻസ്. സോ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. പെട്ടെന്ന് ജോലി കിട്ടി, പെട്ടെന്ന് ഇൻഡസ്ട്രിയിൽ കയറാൻ പറ്റി, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റി, അടുത്ത കമ്പനിയിലേക്ക് എനിക്കിനി മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാം. ഓക്കെ. വാട്ട് ഡിഡ് യുവർ ഫാമിലി ഫീൽ അബൌട്ട് യു? Yeah, my family was happy. They were happy that I worked. But to be honest, I'm very ambitious. So, ഞാനിത് ACCA ഞാൻ കാണുന്നത്, ഓഫ് കോഴ്സ് ഐ ഹാവ് എ ഗുഡ് ജോബ്, ഐ ഹാവ് ഓപ്പർച്യൂണിറ്റീസ്, ബട്ട് ഞാൻ ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് കാണുന്നത്. ACCA നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റും, എല്ലാ സബ്ജക്ട്സിനെയും കുറിച്ച് പഠിക്കാൻ പറ്റും. യു സ്റ്റഡി ഓഡിറ്റിംഗ്, യു സ്റ്റഡി അക്കൗണ്ടിങ്, യു സ്റ്റഡി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ എല്ലാത്തിനെയും കുറിച്ച് നമുക്കൊരു നല്ല ബേസ് ഉണ്ട്. ഞാനിതൊരു ബേസ് ഓർ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് കാണുന്നത്. ഐ ഹാവ് ടു സ്റ്റഡി മോർ ആൻഡ് ഇംപ്രൂവ് മൈ സെൽഫ്. നമ്മൾ അല്ലെങ്കിൽ പെട്ടെന്ന് റിഡണ്ടൻ്റ് ആയി പോവും ഒരു കാര്യം പഠിച്ച് നിർത്തിയാൽ. ബട്ട് ACCA ഈസ് ഡെഫിനറ്റ്ലി എ ഗ്രേറ്റ് സ്റ്റാർട്ട് ഫോർ എവ്രി വൺ. നമുക്കൊരു പുഷ് വേണമെങ്കിൽ ACCA വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇത്ര ചെറിയ പ്രായത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയില്ലേ, അപ്പം എങ്ങനെയാണ് ആക്ച്വലി ACCA അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കരിയർ എങ്ങനെയാണ് ക്യാരക്ടർ മോൾഡ് ചെയ്തെടുത്തത്? നമ്മൾ പെട്ടെന്ന് വലുതാവും. യു സ്റ്റാർട്ട് ഏർണിംഗ് മണി, യു സ്റ്റാർട്ട് ടോക്കിംഗ് വിത്ത് പീപ്പിൾ മച്ച് older to you and you become very professional at a young age, no? So നമ്മൾ പെട്ടെന്ന് ഗ്രോ അപ്പ് ചെയ്യും. അപ്പോൾ ഒരു എന്താ പറയുക, ഉഴപ്പി നടക്കേണ്ട ഒരു സമയമില്ലേ, ഒരു ചില്ലി നടക്കേണ്ട ഒരു സമയമില്ലേ, അത് ഉണ്ടാവില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് ചോദിച്ചാൽ മേ ബി you miss out a certain aspect of your life, but you gain a lot of other things. ACCA ചെയ്യാൻ പോകുന്നവർക്കും ACCA ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളോടും എന്താണ് സനയ്ക്ക് പറയാനുള്ളത്? ഓഫ് കോഴ്സ് യു ഹാവ് ടു വർക്ക് ഹാർഡ്. നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഫേർട്ട് ഇടുക. യു വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ്സ്. പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും ഒരു 1-2 വർഷം കഴിഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ യു ഫീൽ ബെറ്റർ. You feel better about yourself and you're grateful that you put in so much effort before. ഇപ്പോൾ എൻ്റെ ലൈഫ് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആണ്, കാരണം ഞാൻ പണ്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. So definitely work hard. That's what I have to say. Number 1, there is no substitute for working hard. Also don't forget about your personality and your individuality. ഈ വർക്ക് ഹാർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോബീസ് നമ്മൾ പെർസ്യൂ ചെയ്യണം, എക്സ്ട്രാ കരിക്കുലേഴ്സ് പെർസ്യൂ ചെയ്യണം. ജീവിക്കാൻ മറന്നു പോകരുത് ബേസിക്കലി. ബിക്കോസ് അത് മറന്നുപോയാൽ വർക്ക് ചെയ്യുമ്പോഴും അത് നമ്മൾ മറന്നു പോകും. നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. എത്ര വർക്ക് ഉണ്ടെങ്കിലും ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യണം. ഞാൻ ആദ്യം വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു, ഫുൾ ടൈം വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് അവസാനം എനിക്കൊരു ലൈഫില്ലാതെയായി ബേസിക്കലി. ഐ ഡോണ്ട് ഹാവ് ഫ്രണ്ട്സ്, ഐ ഡോണ്ട് ഹാവ് ഹോബീസ്. എൻ്റെ അടുത്ത് ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ അത് വർക്ക് മാത്രം എന്നേ എനിക്ക് തോന്നുള്ളൂ. സോ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. എസ്പെഷ്യലി ടു സ്റ്റുഡൻസ്, യു ഹാവ് ടു മെയിൻറ്റെയിൻ ദറ്റ് ബാലൻസ്, ബട്ട് യു ഓൾസോ ഹാവ് ടു വർക്ക് ഹാർഡ്. അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു ബാലൻസ് ആണ്. പിന്നെ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, വൺസ് യു സ്റ്റാർട്ട് വർക്കിംഗ്, ബി എ ബിറ്റ് ഫ്ലെക്സിബിൾ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന എക്സാക്ട് കാര്യം ആയിരിക്കില്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം അക്കൗണ്ടിങ്, ഫിനാൻസ്, ടാക്സ് ഇതെല്ലാം പഠിക്കുമെങ്കിലും ഇഫ് യു ആർ പാഷനറ്റ് അബൌട്ട് സംതിങ് യു ക്യാൻ പെർസ്യൂ ദാറ്റ്. ബട്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് SAP എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയറിലാണ്. ഞാൻ പഠിച്ച കാര്യം ഇതായിട്ട് ഒരു ബന്ധവുമില്ല. ബട്ട് ACCA ഈസ് എ സ്ട്രോങ് ബേസ്. നമുക്ക് ബേസിക്സ് എല്ലാം നന്നായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ്, ബേസിക്കലി IT-ലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഫിനാൻസ് പ്ലസ് IT ആണ്. സോ യു ഹാവ് ടു ബി ഫ്ലെക്സിബിൾ. പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ജോലിയുടെ ഇടയിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ SAPയുടെ ഒരു സർട്ടിഫിക്കേഷൻ ചെയ്തു. ഐ എം എ സർട്ടിഫൈഡ് SAP കൺസൾട്ടൻറ്റ്. So you have to keep improving, keep studying and be very flexible in this day and age. That would be my advice. Yeah. So did you gain your balance? I'm still learning to gain my balance, but yeah, so you have to prioritize your health when you're studying something like this. So ACCA ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, ഒരുപാട് പഠിക്കാനുണ്ട്.
അപ്പോൾ നമ്മൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെൻറ്റൽ ഹെൽത്തിനെയും നമ്മൾ നോക്കണം. യു ഹാവ് ടു ലൈക്ക് മെൻ്റലി ബി റിലാക്സ്ഡ്. ഫിസിക്കലി നമ്മൾ ജിമ്മിൽ പോവാം, ഡാൻസിന് പോവാം, മാർഷൽ ആർട്സ് പഠിക്കാം. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ആൻഡ് എനിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്ത് വർക്ക് ചെയ്യാം. സോ ഐ മൈറ്റ് ബി ട്രാവലിംഗ് സംടൈംസ് ടു ഫീൽ എ ബിറ്റ് ബെറ്റർ ആൻഡ് മോർ റിലാക്സ്ഡ്. അങ്ങനെ. താങ്ക് യു സോ മച്ച് സന. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സനയെ പറ്റി അറിയാൻ വേണ്ടി സാധിച്ചു. താങ്ക് യു സോ മച്ച്.